അധ്യാപകർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ ഒരു നല്ല പരീക്ഷയുടെ സവിശേഷതകളായ ടെസ്റ്റിംഗും മൂല്യനിർണ്ണയവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ടെസ്റ്റുകളുടെ ഉദ്ദേശ്യവും സവിശേഷതകളും പ്രസ്താവിക്കുക, വിവിധ തരത്തിലുള്ള പ്രതിരോധന രീതികൾ പട്ടികപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുക, ടെസ്റ്റ് ഇനങ്ങളുടെ സങ്കീർണതയുടെ 3 തലങ്ങളും അവയുടെ പ്രധാന പദങ്ങളും ലിസ്റ്റ് ചെയ്യുക. വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും പഠിതാക്കളുടെ നേട്ടങ്ങൾ അളക്കുന്നതിനുള്ള ടെസ്റ്റുകൾ നടത്തി അധ്യാപനവും പഠനവും പൂർത്തിയാക്കുന്നു. ടെസ്റ്റ് പഠിതാവിന്റെ അൺഎയ്ഡ് പ്രകടനമായാണ് ടെസ്റ്റ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. പഠിതാക്കളുടെ നേട്ടങ്ങളും അധ്യാപകന്റെ വിജയവും അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ അളവുകോലാണ്. പഠിതാക്കളുടെ കഴിവുകളും അറിവും അവർ പഠിച്ചതും പഠിപ്പിച്ചതും അളക്കാൻ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായും ചോദ്യങ്ങളുടെ കൂട്ടമായും ഇതിനെ നിർവചിക്കാം. പർപ്പസ് ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനം നൽകുന്നതിന് ഉദാഹരണം എൻട്രൻസ് ടെസ്റ്റ്. പരിശീലന സാഹചര്യത്തിൽ പഠിതാക്കളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ഇൻസെന്റീവ് നൽകുന്നു. പഠിതാക്കളുടെ ധാരണ പരിശോധിക്കാൻ, അധ്യാപകൻ അധ്യാപനത്തിൽ എത്രത്തോളം വിജയിച്ചുവെന്ന് അറിയാൻ, പഠിതാക്കളെ തരംതിരിക്കുക അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യുക, പഠിതാക്കളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക, ടോപ്പിക്കുകൾ പുനഃപരിശോധിക്കുന്നതിനും അറിവ് പുതുമയുള്ളതും കാലികവുമായി നിലനിർത്തുന്നതിനും, മത്സരത്തിന്റെ വികാരം സൃഷ്ടിക്കാൻ, പഠിതാക്കളുടെ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ട് അവരെ നയിക്കാൻ, പഠിതാക്കളുടെ അഭിരുചി തീരുമാനിക്കാൻ, അവരുടെ വാർഡുകളുടെ പെർഫോമൻസ് അറിയാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിന്, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പെർഫോമൻസ് രേഖപ്പെടുത്താൻ ഭരണകൂടത്തെ സഹായിക്കുന്നതിന്, ഒരു പ്രത്യേക പരിശീലന പരിപാടിയുടെ വിജയമോ പരാജയമോ നേടുന്നതിന്, ക്ലാസ്സിലെ അവരുടെ സ്ഥാനം അറിയാൻ പഠിതാക്കളെ സഹായിക്കുന്നതിന്. ടെസ്റ്റിംഗ് മെത്തേഡ്സ് പരിശോധനാ രീതികളെ അവയുടെ സ്വഭാവവും പ്രവർത്തനവും അനുസരിച്ച് 2 തരംതിരിച്ചിരിക്കുന്നു. അവ ഫോർമേറ്റീവ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, സമ്മേറ്റീവ് സ്റ്റാൻഡേർഡൈസ്ഡ്. നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഫോർമേറ്റീവ് രൂപീകരണം. These are conducted by the instructor themselves and will be based on syllabus covered by them. ഇൻസ്ട്രക്ടർ സ്വയം നടത്തുന്നതാണ് ഇവ. അവർ ഉൾക്കൊള്ളുന്ന സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഉദാഹരണം പ്രതിവാര പ്രതിമാസ ടെസ്റ്റ് യൂണിറ്റ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് സംഗ്രഹം. യൂണിവേഴ്സിറ്റി, നാഷണൽ കൗൺസിൽ, ബോർഡ് ഓഫ് എക്സാം തുടങ്ങിയ അംഗീകൃത പരീക്ഷാ ബോർഡാണ് ഇവ നടത്തുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനകൾ സാധാരണയായി കോഴ്സിന്റെ അവസാനത്തിൽ നടത്തപ്പെടും. വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് രീതികൾ ഇനി പറയുന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഓറൽ ടെസ്റ്റ് പരിശീലനാർത്ഥികളോട് വിദ്യാർത്ഥികളോട് വാക്കാൽ ചോദിക്കുകയും വാക്കാലുള്ള ഉത്തരം നൽകുകയും ചെയ്യുന്ന ലളിതമായ ചോദ്യങ്ങളുടെ പരമ്പരയാണ് ഓറൽ ടെസ്റ്റുകൾ. എക്സാമ്പിൾ ഇന്റർവ്യൂ ടെസ്റ്റ്. ഉദാഹരണം ഇന്റർവ്യൂ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റ് എഴുത്തു പരീക്ഷകൾ. ഈ പരിശോധനകൾ വാക്കാലുള്ളതിനേക്കാൾ ഫലപ്രദമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും രേഖാമൂലമുള്ളതാണ്. ഏകീകൃത മൂല്യനിർണ്ണയം നൽകുന്ന മുഴുവൻ സിലബസിലും ചോദ്യം വ്യാപിപ്പിക്കാം. ഇതിന് ഡീറ്റെയിൽഡ് ആയ തയ്യാറെടുപ്പും സമയവും ആവശ്യമാണ്. ഇത് പ്രകടനത്തെ ബാധിച്ചേക്കാം. ടെസ്റ്റുകളുടെ സ്ഥിരമായ രേഖ സൂക്ഷിക്കാവുന്നതാണ്. റിട്ടൺ ടെസ്റ്റ് ആർ ഓഫ് 2 ടൈപ്സ്. എഴുത്തു പരീക്ഷകൾ 2 തരത്തിലാണ്: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ കുറഞ്ഞതും ചെറുതുമായ ഉപന്യാസ രീതി എന്നും ഇത് അറിയപ്പെടുന്നു. എന്നാൽ ഉത്തരങ്ങൾ ദൈർഘ്യമേറിയതാണ്. ചോദ്യപേപ്പറുകൾ സജ്ജീകരിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ പരിശോധിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കും. അധ്യാപകന്റെ ഇൻസ്ട്രക്ടറുടെ വ്യക്തിപരമായ വീക്ഷണങ്ങളും ആശയങ്ങളും ട്രെയിനിയുടെ അവതരണത്തെയും പ്രകടനത്തെയും ബാധിക്കുന്നു. അറിവിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഉപന്യാസ രീതി പരീക്ഷകൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകൾ പരിശോധിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമാണ്. ഇതിന് അറിവിന്റെ കൃത്യതയെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതിനാൽ പരിശീലനാർത്ഥികൾ അവരുടെ അജ്ഞതയെ വാക്കുകളുടെ മറവിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നു. സൈദ്ധാന്തിക പരിജ്ഞാനം മാത്രം പരീക്ഷിക്കുന്നത് ഉപയോഗപ്രദമാണ്. കോപ്പിയടിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ വാക്കുകളിൽ ദൈർഘ്യമേറിയ ഉത്തരം നൽകാം. ഇനി പറയുന്നത് പോലുള്ള ആമുഖ വാക്കുകൾ ഉപയോഗിച്ചാണ് സാധാരണയായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിർവചിക്കുക, വിശദീകരിക്കുക, താരതമ്യം ചെയ്യുക, സ്ഥാനം വിവരിക്കുക, ചർച്ച ചെയ്യുക, വേർതിരിക്കുക, എന്തുകൊണ്ട്, എന്താണ്, ഏതാണ് തുടങ്ങിയവ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വലിയ തോതിൽ നടത്തപ്പെടുന്നു. അത് സാധാരണ ഉപയോഗത്തിലാണ്, കാരണം സമയം ലാഭിക്കാൻ കഴിയും. അത് ഉയർന്ന വിശ്വാസ്യത വാഗ്ദാനം ചെയ്യുന്നു. അവ ശരിയായി നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അവ കൂടുതൽ വിശ്വസനീയമില്ലാതെയായി മാറും. ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. വിവിധ തരം ഒബ്ജക്റ്റീവ് പരീക്ഷകൾ.
ഈ ടെസ്റ്റുകൾ 2 പ്രധാന ഭാഗങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു. എ. സപ്ലൈ ടൈപ്പ് ഇനങ്ങൾ. ബി. സെലക്ഷൻ ടൈപ്പ് ഇനങ്ങൾ. സപ്ലൈ ടൈപ്പ്. ഈ തരത്തിൽ വിദ്യാർത്ഥികൾ, പരിശീലകർ ഹ്രസ്വ ഉത്തര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ 1-2 വാക്കുകളിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഹ്രസ്വ ഉത്തര രീതി, നേരിട്ടുള്ള ചോദ്യോത്തരം ടെസ്റ്റ്, പൂർത്തിയാക്കൽ രീതി, തിരിച്ചറിയൽ രീതി. ബി. സെലക്ഷൻ ടൈപ്പ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ നേരിട്ടുള്ള ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ അപൂർണമായ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്. ഈ പരിശോധിക്കൽ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു: മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്, മാച്ചിങ് ടൈപ്പ്, മൾട്ടിപ്പിൾ ഫേസ് ടൈപ്പ്, ട്രൂ ഫാൾസ് ടൈപ്പ്. പെർഫോമൻസ് പരിശോധന, പ്രായോഗിക പരിശോധന. പെർഫോമൻസ് പരീക്ഷ എന്നത് പ്രായോഗിക പരീക്ഷയുടെ മറ്റൊരു പേരാണ്. അത് വിലയിരുത്തേണ്ട സ്കിൽ നേട്ടത്തിന്റെ നിലവാരം അളക്കുന്നു. അതിനാൽ വിദ്യാർത്ഥികൾക്ക് അവന്റെ അറിവ് പ്രയോഗിക്കാനും അവന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനും ജോലികൾ അല്ലെങ്കിൽ എക്സസൈസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കണം. ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ടെസ്റ്റ് ഐറ്റം. ടെസ്റ്റ് ഇനത്തിന്റെ സങ്കീർണതയുടെ ലെവൽ. എല്ലാ പരീക്ഷാ ചോദ്യങ്ങളിലും ഉണ്ടാകുന്ന പ്രധാന ഘടകങ്ങളാണ് ബുദ്ധിമുട്ടും സങ്കീർണതയും. ഈ 2 ഘടകങ്ങളും പരിശോധനയുടെ വിശ്വസ്തതയെ ബാധിക്കും. അതിനാൽ പരീക്ഷാ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അധ്യാപകൻ ബുദ്ധിമുട്ടുകളും സങ്കീർണതയും പരിഗണിക്കണം. കോംപ്ലക്സിറ്റി, സങ്കീർണത എന്നത് ബ്ലൂമിന്റെ ടാക്സോണമിയിലെ ലെവലുകൾ എന്നാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. പാരഗ്രാഫ്. ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ട്. ഇന്റേണലുകൾ ഉപയോഗിച്ച് സ്കോൺ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനോ പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ടാസ്ക് പൂർത്തിയാക്കുന്നതിനോ ആവശ്യമായ പരിശ്രമത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ബുദ്ധിമുട്ട്. ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും തലവുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ സങ്കീർണത. വിഷയം വിശദീകരിച്ചു. ടെസ്റ്റുകളുടെ ഉദ്ദേശവും സവിശേഷതകളും എങ്ങനെ പ്രസ്താവിക്കാം? വിവിധ തരത്തിലുള്ള പ്രതിരോധന രീതികൾ എങ്ങനെ പട്ടികപ്പെടുത്താം, വിശദീകരിക്കാം? ടെസ്റ്റ് ഇനങ്ങളുടെയും അവയുടെ പ്രധാന പദങ്ങളുടെയും സങ്കീർണതയുടെ 3 തലങ്ങൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം? ഈ വിഷയം താങ്കൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ വിഷയം പഠിക്കും. അതുവരെ സുരക്ഷിതരായിരിക്കും.